നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ പഴയ നെയ്മർ അല്ലെന്നറിയാം. പക്ഷേ നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീൽ ടീമിൽ മറ്റാർക്കാണ് ആ മാജിക് പുറത്തെടുക്കാൻ പറ്റുന്നത്? ബ്രസീൽ എന്ന് പറഞ്ഞാൽ തന്നെ മാജിക്കൽ ടീമായിരുന്നു ഒരു കാലത്ത് ഫുട്ബോൾ ലോകത്ത്. അതുപോലെ മാജിക്കൽ പെർഫോമൻസ് പുറത്തെടുക്കാൻ ഇന്ന് ആരുണ്ട്? അവർക്കിന്നും മികച്ച താരങ്ങളുണ്ടെങ്കിലും ആ മാജിക്ക് നഷ്ടമായിട്ടുണ്ട്. അതിന് നെയ്മർ വേണം എന്ന് പറയുന്നു അർജൻറ്റൈൻ ഇതിഹാസം ഹെർനാൻ ക്രെസ്പോ. അർജൻറ്റീനയുടെ ഒരു കാലത്ത് ഗോളടി വീരൻ ഹെർനാൻ ക്രെസ്പോ ഇപ്പോൾ കോച്ചാണ്. അപ്പോൾ അദ്ദേഹം ESPN ബ്രസീലിൻ്റെ സ്ക്വാഡ് വന്നതിന് ശേഷം നടത്തിയ അഭിമുഖത്തിലാണ് ഈ മാജിക്കിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് ബ്രസീലിന് ഒരു പിടി നല്ല താരങ്ങളുണ്ട്, പക്ഷേ ബ്രസീലിയൻ ഫുട്ബോളിന് ചരിത്രപരമായിട്ട് അവർക്കുള്ളൊരു ഗുണമുണ്ട്, അവർ പൊസസ് ചെയ്യുന്ന ഒരു ഗുണമുണ്ട്, മാജിക്, മാന്ത്രികത, നീക്കങ്ങളിലെ മാന്ത്രികത. ഞാൻ പെലെയെക്കുറിച്ചോ ഗരിഞ്ചയെക്കുറിച്ചോ ഫാൽക്കോയെക്കുറിച്ചോ ടോണിഞ്ഞോ സെറേസയെക്കുറിച്ചോ റൊബാരിയോയെക്കുറിച്ചോ റൊണാൾഡോയെക്കുറിച്ചോ റൊണാൾഡിനോയെക്കുറിച്ചോ റിവാൾഡോയെക്കുറിച്ചോ കക്കയെക്കുറിച്ചോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അത്രയധികം മജീഷ്യൻസ് അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ നൺ ഓഫ് ദാറ്റ് മാജിക്. ആ മാജിക് ഇന്ന് അവർക്കില്ല. അവിടെയാണ് നെയ്മറുടെ പ്രാധാന്യം. അവിടെ തന്നെയാണ് നെയ്മറുടെ പ്രാധാന്യം. നോക്കുക, ശരിയാണ്, നെയ്മർ പഴയ നെയ്മർ അല്ല, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ആളുകളുടെ ഒരു റിയാക്ഷൻ നോക്കുക. നെയ്മറിൻ്റെ കോളപ്പ് വന്നപ്പോൾ, വേൾഡ് കപ്പിനുള്ള കോളപ്പ് വന്നപ്പോൾ എങ്ങനെയാണ് ആളുകൾ റിയാക്ട് ചെയ്തതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അതിനർത്ഥം എന്താ? നെയ്മർ 100% ഫിറ്റാണോ, നെയ്മർ ഗുഡ് ഷേപ്പിലാണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അദ്ദേഹം 100% ഫിറ്റല്ല, ഗുഡ് ഷേപ്പിലല്ല എന്നൊക്കെ അറിയാം. പക്ഷേ നെയ്മർ പോലുള്ളൊരു പ്ലെയർ അദ്ദേഹം ഉണ്ടാകുമ്പോൾ ആ മാജിക്കൽ ടച്ച് ഉണ്ടാകും. അതാണ് ആരാധകർക്ക് ഇത്രയധികം ആവേശം അദ്ദേഹത്തിൻ്റെ വരവിൽ, അത്രയധികം ഇമോഷൻസ് ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരൻ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇറ്റ്സ് അബൌട്ട് ഫീലിംഗ്, ഇറ്റ്സ് അബൌട്ട് ഇമോഷൻ. സോ നെയ്മറുടെ സാന്നിധ്യം ബ്രസീൽ ടീമിന് ആ മാജിക്കൽ ടച്ച് കൊടുക്കും എന്ന് പറയുന്നു ഹെർനാൻ ക്രെസ്പോ. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്തത് ഫ്രണ്ട്ലി മത്സരങ്ങളാണ്. ഈ മാസം 27-ന് അവരുടെ ക്യാമ്പ് ആരംഭിക്കും, വേൾഡ് കപ്പിൻ്റെ ക്യാമ്പ് ആരംഭിക്കും. അതിനുശേഷം മാസം അവസാനം, അതായത് 31-ാം തീയതി പനാമക്കെതിരെ മറക്കാനയിൽ ഫ്രണ്ട്ലി മത്സരം കളിച്ചുകൊണ്ടാണ് അവർ വേൾഡ് കപ്പിനായിട്ട് നോർത്ത് അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുക. അവിടെ വെച്ചിട്ട് അവർ 6-ാം തീയതി ജൂൺ 6-ന് ഈജിപ്തിനെതിരെ ഫ്രണ്ട്ലി മത്സരം കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിൽ ആദ്യ മത്സരമായി ആ കളി അവർക്ക് വരുന്നത് ജൂൺ 13-ന് മൊറോക്കോക്കെതിരെയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.